സർ, മിസ എന്ന് പറയുന്ന നാടകവുമായി ബന്ധപ്പെട്ടിട്ട് വിവാദമായിട്ടുണ്ടല്ലോ. എല്ലാം വിവാദമാണ്. ഇതും ഒരു വിവാദമായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ചിന്നു ചിലങ്ക എന്ന് പറയുന്ന അഭിനേത്രി ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രത്തിലാണ് ഈ വിഷയം വന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വസ്ത്രം കഥാപാത്രത്തിന്റെ ആവശ്യത്തിനെന്നുള്ള രീതിയിൽ അത് ഉപയോഗിക്കേണ്ടതാണോ എന്നുള്ളതാണ്. അപ്പൊ ഇത് അവതരിപ്പിച്ചത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളന വേദിയിലാണ്. വീണ്ടും ഇത് അവതരിപ്പിക്കുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഡിവൈഎഫ്ഐ. സ്വാഭാവികമായിട്ട് ഉയർന്ന ഒരു ചോദ്യമാണ് ഈ വസ്ത്ര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒക്കെ ഇത്രത്തോളം വേണമോ എന്നുള്ളത്. എന്താണ് സാറിന്റെ നിലപാട്? എന്റെ നിലപാട് വളരെ ലളിതമാണ്. വളരെ പച്ചയായ ഭാഷയിൽ പറഞ്ഞാൽ, ഈ ഒളിച്ചിരുന്നത് കാണുകയും ഞരമ്പ് വികസിക്കുകയും ചെയ്യുന്ന ചില ഞരമ്പ് രോഗികളുടെ ദീനരോദനം മാത്രമാണ്. അല്ലാതെ ആ നാടകത്തിന് യാതൊരു കുഴപ്പമില്ല. ആ നാടകം ആരുടേതാണെന്നൊന്നും അറിയാത്ത വെറും വിവരം കെട്ട നമ്മുടെ ശശികലയെ പോലെയൊക്കെയുള്ള ആളുകൾ വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കുന്നുകൊണ്ടുള്ള കാര്യമാണ്. പിന്നെ ആ കാര്യത്തിലേക്ക് ഒരു സംഘപരിവാർ അനുകൂല ബാക്കിയുള്ള ആളുകളും അതുപോലെ തന്നെ കോൺഗ്രസ് അനുകൂല ചാനലുകളൊക്കെ ചേർന്നത് വളരെ വൃത്തികേടാണ്. കാരണം ആ പെൺകുട്ടി അഭിനയിച്ച ചിന്നൂസ് ചിലങ്ക അഭിനയിച്ചിട്ടുള്ള മിസ എന്ന് പറയുന്ന നാടകം എന്താണെന്ന് ആദ്യമേ ഒന്ന് അറിയണം. മനസ്സിലായേ? കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു. അതായത് ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കുമ്പോൾ അതിൽ ഒരാൾക്കെങ്കിലും ഇതൊരു മോശമാണെന്ന് തോന്നുന്ന നാടകം അങ്ങനെയാണെങ്കിൽ ഒന്നും അവതരിപ്പിക്കാൻ പറ്റില്ല ഇവിടെ. നിങ്ങൾ തന്മാത്ര അവതരിപ്പിച്ചപ്പോഴത്തേക്കും മറ്റേ മോഹൻലാൽ നഗ്നനായി കണ്ട് ആഹാ മോഹൻലാൽ നഗ്നതാണെന്നും പറഞ്ഞാണ് ഇരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തലക്കെന്തോ കുഴപ്പമുണ്ട്, അത് പരിശോധിച്ചാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു കഥാപാത്രം, ആ കഥാപാത്രത്തിന്റെ ആകെ ടോട്ടാലിറ്റിയിൽ അതിനെ കാണുമ്പോൾ അവിടെ ഒരു നഗ്നത ആവശ്യമാണ്. അത് അവരുടെ ദുരിതവും അവരനുഭവിക്കേണ്ടി വന്ന വിഷമങ്ങളും ഒക്കെയാണ് കാണിക്കുന്നതെങ്കിൽ ആ വിഷമങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനായില്ല. അതിനിടയിലും നിങ്ങളുടെ ഈ പറയുന്ന പോലെ കാമം പൂത്തുലയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്തോ തലച്ചോറിൽ തകരാറുണ്ടെന്ന് വേണം എന്ത് ചെയ്യാൻ. മനസ്സിലായ? ഒരു കെട്ടിടത്തിന് തീ പിടിക്കുമ്പോൾ ആ തീ പിടിക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ മറ്റേ വസ്ത്രം മാറി പോകുമ്പോൾ അപ്പോഴും നിങ്ങൾക്ക് ഈ സൂക്കേട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഞരമ്പിന്റെ എന്തോ കുഴപ്പം ആണ്. അത്ര ഉള്ള അതിന്റെ കാര്യം. പിന്നെ ഈ സംഭവം ആരെ കുറിച്ചാണെന്ന് അറിയണം. ഇത് സ്നേഹലത റെഡ്ഡി. ഈ സ്നേഹലത റെഡ്ഡിയെ കുറിച്ച് ഏതാണ്ട് എനിക്ക് തോന്നുന്നു മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലല്ല, മാതൃഭൂമിയിലാണോ മനോരമയുടെ സൺഡേ സപ്ലിമെന്റിലാണോ എന്നറിയില്ല. ഞാൻ ഏതാണ്ട് 2-3 മാസം പോകുന്ന വിശദമായിട്ടുള്ള ഒരു ലേഖനം വായിച്ചുള്ളൂ. സ്നേഹലത റെഡ്ഡി ആരാണെന്ന് അറിയാലോ. അവരൊരു സാമൂഹിക പ്രവർത്തകയായിരുന്നു, സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു, അവരൊരു തിയേറ്റർ പ്രവർത്തകയായിരുന്നു, അവർ എഴുത്തുകാരിയായിരുന്നു, അവര് അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവരെന്താ ചെയ്തത്? അവരെ 1977 അവരെ മിസ തടവുകാരിയായിട്ട് പിടിക്കണേണ്. എന്താണ് ഈ മിസ എന്ന് പറയുന്നത്? മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റീസ് ആക്ട് എന്ന് പറയുന്ന ഇന്ത്യ കണ്ട 1971 പാസ്സാക്കിയ അതിക്രൂരമായ ഒരു നിയമം. അത് ഏതാണ്ട് ഇപ്പൊ ഉള്ള മറ്റേ PMLA ആക്ട് പോലെ ആളുകളെ പിടിച്ച് എന്ത് ചെയ്യാം, എത്ര സമയം വേണമെങ്കിലും എത്ര നാളുകൾ വേണമെങ്കിലും ആളുകളെ വെറുതെ ഡീറ്റെയിൻ ചെയ്യാം. ഇവരെന്തിനാ ഡീറ്റെയിൻ ചെയ്തതെന്നറിയോ? ഇവരെന്തിനാണ് തടങ്കിൽ പാർപ്പിച്ചതെന്ന് താങ്കൾക്കറിയോ? അറിയോ? ഇവരെ തടങ്കലിൽ പാർപ്പിച്ചത് ബറോഡ ഡൈനാമിറ്റ് കേസ് എന്ന് പറഞ്ഞൊരു കേസിനാണ്. ഞാനിപ്പോ ആ കേസിന്റെ വിശദാംശങ്ങൾ പറയണമെങ്കിൽ പറയാം, സമയം നിങ്ങൾ പറയുന്നില്ല. അതിൽ ഇവർക്ക് ഒരു ലിങ്ക് ഉണ്ടെന്ന് കണ്ടെത്തി. എങ്ങനെയാണ് ലിങ്ക് എന്ന് അറിയാമോ? ജോർജ് മാത്യു ഫെർണാണ്ടസ് എന്ന് പറയുന്ന അന്ന് അണ്ടർഗ്രൗണ്ടിൽ ഒളിവിൽ പോയിട്ടുള്ള ഒരു നേതാവുമായി ഇവർക്ക് ചെറിയ ഏതോ ഒരു ബന്ധമുണ്ട് എന്ന് സംശയിച്ചതിന്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ പിടിച്ചകത്തിടുന്നത്. ഈ ജോർജ് ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഒരാള് യഥാർത്ഥത്തിൽ 1977 കഴിഞ്ഞ് അടുത്ത ജനതാ പാർട്ടി ഗവൺമെന്റ് വന്നപ്പോൾ ജോർജ് മാത്യു ഫെർണാണ്ടസ് മിനിസ്റ്റർ ഓഫ് ഇൻഡസ്ട്രീസ് ആണ്. ഹലോ, മിനിസ്റ്റർ ഓഫ് ഇൻഡസ്ട്രീസ് ആണ്. ഈ സംഘപരിവാരക്കാരൊക്കെ കേൾക്കണം. ആരുടെ ഒപ്പം? ഈ പറയുന്ന പോലെ ആളുടെ ഒപ്പം. ഇനി 1998 മുതൽ 2001 വരെ പുള്ളി എന്തായിരുന്നു എന്ന് കൂടി അറിയോ? ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നു. വാജ്പേയിയുടെ ഒപ്പം. അപ്പൊ അയാളുമായിട്ടൊരു ലിങ്ക് ഉണ്ട്. അയാൾ രാജ്യദ്രോഹിയാണ്. അയാളുമായിട്ട് ലിങ്ക് ഉണ്ട് എന്നുള്ള പേരിലാണ് ഇവരെ മിസ തടവുകാരായിട്ട് പിടിച്ചത്. എന്നിട്ട് ഫൈനൽ ചാർജ് ഷീറ്റ് കൊടുത്തപ്പോൾ ഇവരുടെ പേരില്ല. പ്രൈതൊന്നും മനസ്സിലാക്കില്ല. പ്രൈതയാണ് ആ സ്ഥാനത്തേക്ക് പ്രതിനിധി ഒന്നും പേരില്ലാതിരുന്നിട്ടും ഇവരെന്ത് ചെയ്തു? പുറത്തേക്ക് വിട്ടില്ല. അതും സോളിറ്റെയർ കൺഫൈൻമെന്റ് ആണ് എന്ന് പറഞ്ഞ ഏകാന്ത തടവാണ് ഇവർക്ക് വിധിച്ചത്. ആ ഏകാന്ത തടവിൽ ഇവർ അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്കിരയാക്കി. ആ പീഡനങ്ങൾക്കിരയാക്കിയതിനെ കുറിച്ച് ഇവർ ഈ പറഞ്ഞ പോലെ പ്രിസൺ ഡയറി എന്ന് പറഞ്ഞ ഡയറി പുറത്തേക്ക് വിട്ടിട്ടുണ്ട്.
അവരെ വളരെ ക്രോണിക് ആയിട്ടുള്ള ഒരു ആസ്മ പേഷ്യൻ്റ് ആയിരുന്നു അവർക്ക് വേണ്ടത്ര മെഡിക്കൽ കെയർ കൊടുത്തില്ല. ഏറ്റവും ഒടുവിൽ ഇവരെ യഥാർത്ഥത്തിൽ പുറത്തേക്ക് വിട്ട് ഇതിന് ശേഷം പുറത്തേക്ക് വിട്ടതിന് ശേഷം 15 ജാനുവരിയിൽ ഈ പറയുന്ന പോലെ 1977 അവരെ എന്ത് ചെയ്തു, ഈ പറയുന്ന പോലെ പരോളിൽ വിട്ടു. പരോളിൽ വിട്ടതിന് ശേഷം 5 ദിവസം കൂടി അവർ ജീവിച്ചിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അവർ മരിച്ചുപോയി. ആ മരിച്ചുപോയ ഒരു സ്ത്രീയുടെ വ്യതകൾ, അവരുടെ സങ്കടങ്ങൾ, അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്ന ഒരു നാടകത്തിൽ നിന്ന് ഇത് മാത്രം കണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ വെട്ടിയെടുത്ത് ആവശ്യമില്ലാത്ത സൗണ്ട് കൂടി മിക്സ് ചെയ്ത് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ചെറിയ സുഖം പോരാ. എന്നിട്ട് പറയണേണ്, ചിലരിരുന്ന് പറയണേണ്, ഒരാൾക്കെങ്കിലും അത് മോശമാണെന്ന് തോന്നിയാൽ അത് ഒഴിവായിക്കൂടെ. അങ്ങനെയുള്ള ആണെങ്കിൽ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. സാരി എടുത്ത് കിടക്കാൻ പറ്റില്ല. ഒരാൾക്ക് തോന്നണേ മോശമാണെന്ന് തോന്നിയാൽ സാരി പോയിട്ട് എന്ത് ചെയ്യുമോ, നിങ്ങൾ പർദ്ദ ഇടുവോ? ഇടുവോ? കേട്ടില്ല. ഷോൾ ഇടാത്തത് മോശമാണെന്ന് ഒരാൾക്ക് തോന്നിയാൽ പിന്നെ രാവിലെ മുതൽ നമ്മൾ എന്ത് ചെയ്യും, മറ്റേ 2 പുതപ്പ് വെച്ചിട്ട് കിടക്കുക. അത് അറിയാൻ പാടില്ലാണ്ട് ഇരിക്കണേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ വിദേശത്ത് പോയി എന്ത് ചെയ്യും ഇവര്? അവിടെയുള്ള ആളുകൾ വൻ ബുദ്ധിമുട്ടിലായി പോകില്ലേ പ്രീത? കഷ്ടമല്ലേ പ്രീത? അവിടെയുള്ള എല്ലാവരോടും ചെല്ലുമ്പോ തന്നെ എന്ത് ചെയ്യൂ? ജർമ്മനിയിലൊക്കെ പോയപ്പോ എന്ത് ചെയ്യും പ്രീത? ഇതിലെ രാഷ്ട്രീയം തന്നെയാണോ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം? ഇതിലെ രാഷ്ട്രീയം എന്താന്ന് വെച്ചാൽ ഇതിലാകെ തെറ്റിപ്പോയത്, ഇതാകെ പണി കിട്ടിപ്പോയി. എന്ന് വെച്ചാൽ ഡിവൈഎഫ്ഐക്കാരല്ലേ അവർ ഇത്തരത്തിലുള്ള അലമ്പന്മാരാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ചെയ്തത്. പക്ഷെ സംഭവം ചെയ്ത് കഴിഞ്ഞ് പണി വാളിപ്പോയെന്ന് വെച്ചാൽ PC വിശ്വനാഥ് അടക്കം അല്ലെങ്കിൽ ജോയ് മാത്യു അടക്കം ഇതുപോലെ എതിർക്കുന്ന ആളുകൾ പോലും ഇത് വൃത്തികേടാണ്, ഇതല്ല നിങ്ങളാ ഇത് മറ്റേ വീണ്ടും കാണണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു, വീണ്ടും അവതരിപ്പിക്കണം, മൊത്തത്തിൽ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഇത് പണി പാടി. അല്ലെങ്കിൽ ഇതങ്ങോട്ട് പുകച്ചേനെ. പിന്നെ മറ്റേ ശശികലേനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ മറ്റേ ശബരിമലയിൽ തന്നെ മറ്റേ അയ്യപ്പ ഇത് നടത്താൻ വേണ്ടി വന്നപ്പോൾ അവിടെ കട്ടിലുകളുണ്ട്, പിന്നെ കോഴിക്കാലും വേറെ പരിപാടിയൊക്കെ നടത്താന്നൊക്കെ പറഞ്ഞ് എഴുതിയവരാണ്. അതുകൊണ്ട് അതൊക്കെ വേസ്റ്റുകൾ വിട്ടുകളാ പോട്ടെ. അവർ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്ത് വേണേലും ചോദിച്ചോട്ടെ, ഈ ചോദ്യം എന്ത് വേണേലും ചോദിച്ചു, ഞാൻ മുഴുവൻ മറുപടി അല്ല ഞാൻ ചോദിക്കുന്നത് പൊതുവായിട്ട് ചില ആളുകളുടെ ഭാഗത്തുനിന്ന് ചോദിക്കുന്നതാണ്. അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാതെ ആ ഭാഗത്തെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അല്ല, ഇല്ലാതെ ചെയ്യുമായിരിക്കും, ഇവര് ചെയ്ത് കാണിക്കട്ടെ, നമുക്ക് അതിന് തെറ്റില്ല. അത് ശരിയാണ് താങ്കൾ പറഞ്ഞത്. ഇപ്പൊ പല സെക്ഷൽ ആയിട്ടുള്ള ചില സീനുകളൊക്കെ കാണിക്കുന്നതിന് പകരം ചിലപ്പോൾ കയ്യിലെ വിരലുകളോ ചിലപ്പോൾ മുഖത്തെ രൂപമാറ്റങ്ങളോ കാണിച്ചാലും എന്ത് ചെയ്യായിരിക്കും, നമുക്ക് അതേ ഫീലിംഗ് ഉണ്ടാക്കാൻ കഴിയുമായിരിക്കും. അതിൽ തെറ്റൊന്നുമില്ല, അത് ചെയ്യട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയും ഒരാൾ ആവിഷ്കരിക്കണമെന്ന് തോന്നിയാൽ ആ തോന്നിയതിന്റെ 1 മിനിറ്റ് ഭാഗം മാത്രം എടുത്തുകൊണ്ട് ഇതെങ്ങനെയാണ് മ്ലേച്ഛവും വൃത്തികെട്ടതുമാണെന്ന് നിങ്ങൾ പറയണം. അതിന് മറുപടി പറ, അതിന് മറുപടി പറയുന്നേ. പിന്നെ ഇതിൽ ചോദിച്ചേക്കണില്ല, ശശികലയൊക്കെ ചോദിച്ചേക്കുന്ന ചോദ്യം അങ്ങനെ അതൊക്കെ പറയണ തന്നെ മോശമാണ്. മാംസളമായ ശരീരമുള്ള ഒരാളല്ല, മെലിഞ്ഞ ഒരാളാണെങ്കിൽ ഇങ്ങനെ കാണിക്കുമായിരുന്നെന്ന് കാണിക്കുമെന്നാണ് മറുപടി. അതിനപ്പുറത്തേക്ക് മറുപടി ഉണ്ട് പറയാനായിട്ട്. നിങ്ങൾ ആരെങ്കിലും കൊണ്ടൊന്ന് കാണിക്കുക, അതിന് കുഴപ്പമില്ല. നിങ്ങൾ എൻ്റെ ഉത്തരവുള്ളൂ, നിങ്ങളൊരു ടോട്ടാലിറ്റിയിൽ വേണമല്ലോ ഒരു സിനിമയെ കാണാൻ. ഇപ്പൊ തന്മാത്ര എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോൾ തന്മാത്രയായിട്ട് കാണാം, അല്ലാതെ അതിൽ മോഹൻലാലിന്റെ മറ്റേ ചെറിയൊരു ഭാഗം മാത്രം എടുത്തിട്ട് ഇതാണ് മോഹൻലാൽ, ഇത് വൃത്തികേടാണ് അഭിനയിച്ചു വെച്ചേക്കണേന്ന് തന്മാത്ര കണ്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ പറ്റണമെങ്കിൽ നിങ്ങൾക്കെന്തോ കുഴപ്പമുണ്ട്, പോയി ചികിത്സിക്കൂ. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, ഗോ ആൻഡ് ഗെറ്റ് എ അഡ്വൈസ് ഫ്രം എ സൈക്കാട്രിസ്റ്റ്. സൈക്കോളജിസ്റ്റിനെ പോലും കണ്ടാൽ പറയാം, മരുന്ന് തന്ന് തന്നെ ചികിത്സിക്കണം, അതാണ് പറയാനുള്ളത്. അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഈ സ്നേഹലത റെഡ്ഡിയൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ രാമനോഹർ ലോഹിയുടെ ശിഷ്യയായിരുന്നു. അവരുടെ ഭർത്താവ് എന്ന് പറയുന്നത് തന്നെ ഒരു പോയറ്റാണ്, മാത്തമാറ്റീഷ്യനാണ്. അവര് ഈ പറയുന്ന പോലെ പട്ടാഭി രാമറെഡ്ഡി, അവർ രണ്ടുപേരും കൂടിയാണ് ഒളിവിൽ പോയത്. രണ്ടുപേരും കൂടിയാണ് ഇതുപോലെ വളരെ കംപ്ലീറ്റ് ആയിട്ടും ഇവരുടെ ഒരു ഡിവോട്ടി ആയിരുന്നു, സോഷ്യലിസ്റ്റ് ആയിരുന്നു. ഇതൊന്നും സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഈ സൂക്കേടുള്ളത്, അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല ഇതിന്. അപ്പൊ ഏറ്റവും വലിയ തീരുമാനം എടുത്തിട്ടുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഡിവൈഎഫ്ഐ വീണ്ടും ഇത് അവതരിപ്പിക്കുന്നു. അല്ലെ, ശക്തമായ കഥാപാത്രങ്ങളുമായിട്ട് ഇനിയും ഇത് ചെയ്യുമെന്ന് ചിന്നു ചിലങ്കയും പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 9 വേദികളിൽ ഇത് അവതരിപ്പിച്ചിരുന്നു. പക്ഷെ ഈ 9 വേദികളിലും ഇല്ലാത്ത ഒരു ആക്രമണമാണ് ഇത്തവണ ഈ ഒരു വേദിയിൽ ഇത് അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായത്. അതാണ് ഇതിന്റെ പ്രശ്നം. ഡിവൈഎഫ്ഐ ആണ്.
അതാണ് അതിന്റെ മുഖ്യമായ കാര്യം. ഡിവൈഎഫ്ഐക്കാർ അങ്ങനെ അങ്ങോട്ട് ഷൈൻ ചെയ്യരുത്. പ്ലസ് ഡിവൈഎഫ്ഐക്കാർ ഇത്തരത്തിൽ അലമ്പന്മാരാണെന്നൊക്കെ എന്ത് ചെയ്യും? രാവിലെ അമ്പലത്തിൽ പോവുകയും കുളിക്കുകയും ചെയ്ത് എന്താണ് ദൈവഭക്തിയോടുകൂടി നിൽക്കുന്ന ആളുകളാണ്, വളരെ നല്ല ആളുകൾ എന്നൊക്കെയുള്ള ഒരു പൊതുബോധം നമുക്കുണ്ടല്ലോ. ഏത് ഇപ്പുറത്ത് വന്നിട്ട് എങ്ങനെ അപ്പുറത്തെ വീട് കുത്തിമറിച്ചിടാന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. മനസ്സിലായി? നല്ല കുട്ടി എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ അല്ലാത്ത ആളുകളാണ് ഇവർ എന്നുള്ളത് വരുത്തി തീർക്കാനുള്ള ചെറിയൊരു അടുത്ത തന്ത്രം. ഡിവൈഎഫ്ഐയുടെ സമ്മേളനത്തിലൊക്കെ പോലെയായിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് എന്തായിരിക്കും. എന്നിട്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ വേറെ ചില നേതാക്കന്മാരുടെയൊക്കെ ഫോട്ടോ അടക്കം വെച്ചിട്ടുണ്ട് ഇവരുടെ മുഖത്തിന്റെ സ്ഥാനത്ത്. അതിലേക്കൊന്നും ഞാൻ കടക്കാഞ്ഞിട്ടാണ്. എനിക്ക് തന്നെ അറിയാം എനിക്ക് രോഷം വരുമെന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ കടക്കാത്തതുകൊണ്ടാണ്. ആരെക്കുറിച്ചുള്ള കഥയാണെന്നേ, ഇത് എന്തിനെ കുറിച്ചുള്ള കഥയാണ്? കോൺഗ്രസിനെ അത് അലോസരപ്പെടുത്തും. കാരണം 1975 മുതൽ 77 വരെയുള്ള മിസ നിയമവും ലാസ്റ്റ് മിസ നിയമം പിൻവലിക്കുകയും ചെയ്തു. എന്തൊരു നിയമമാണെന്നേ. ഇതൊരാളുടെ കേസിൽ 45 വയസ്സ് വരെ പാവം ഈ സ്നേഹലത റെഡ്ഡി ജീവിച്ചിരുന്നുള്ളൂന്നേ. 45 വയസ്സ്. അവരുടെ ജീവിതമൊക്കെ തന്നെ പഠിക്കേണ്ടതാണ്. അവര് കോളേജിൽ പോകുന്ന കാലത്ത് തന്നെ അവര് ഇന്ത്യൻ വസ്ത്രങ്ങൾ മാത്രം ഇടുന്ന സ്വാതന്ത്ര്യ സമരത്തോടൊക്കെ വലിയ 1932 ജനിക്കുന്നത്. അപ്പൊ അവർക്ക് വളരെ ചെറുതിലെ തന്നെ അവര് സ്കൂളിൽ പോകുമ്പോൾ തന്നെ അവർക്ക് അതിനോടൊക്കെ ആഭിമുഖ്യമുള്ള ഒരു സ്ത്രീയായിരുന്നു. അവരുടെ ജീവിതമാണ്. പിന്നെ ഇതിൽ എങ്ങനെ അവതരിപ്പിക്കണം, എന്ത് അവതരിപ്പിക്കണമെന്ന് നിങ്ങൾ കാണേണ്ടതേ. പ്രശ്നം തീർന്നില്ലേ? നിങ്ങൾ എന്തിനാണ് ഈ വൃത്തികെട്ട സൗണ്ട് കൂട്ടി ഇതിനൊപ്പം മിക്സ് ചെയ്തിടണം? ഇനി ഇതുപോലും നിങ്ങൾ 1 മിനിറ്റിന്റെ കൃത്യമായിട്ട് കാണിക്കണമെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയല്ലല്ലോ കാണിക്കണം. അതിനാരാ അനുമതി തന്നത് നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾ അതിനേക്കാൾ വലിയ വൃത്തികേടല്ലേ കാണിക്കണം? ഇത് സ്നേഹലത റെഡ്ഡിയുടെ ഒരു ആവിഷ്കാരം ഉണ്ടാവുമ്പോൾ അതിന്റെ ഒരു ഭാഗം ഈ പെൺകുട്ടി അവതരിപ്പിച്ച് കാണിക്കുന്നു. ഓക്കെ, അത് എടുത്തു വെച്ചിട്ട് നിങ്ങൾ പറയുകയാണ് ഇത് ഇങ്ങനെ അല്ലാതെ മറ്റേ രീതിയിൽ സുന്ദരമായിട്ട് അവതരിപ്പിക്കാൻ. ശരി, ഓക്കെ, ആ വാദം ശരി. പക്ഷെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാന്നേ വൃത്തികെട്ട സൗണ്ടും ചേർത്ത് മറ്റേ ഇതും ചേർത്ത് ഇത് മറ്റേ ഒരു ചില വൃത്തികെട്ട അടിക്കുറിപ്പുകളായിട്ട് നിങ്ങൾ പ്രചരിപ്പിക്കണമെന്നില്ല. അപ്പൊ ആർക്കാണ് രോഗം? ആർക്കാണ് ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐ എന്ത് ചെയ്യും? മറ്റേ വാലും ചുരുട്ടി എന്ത് ചെയ്യും? വല്ല കാട്ടിൽ പോയി ഒളിക്കുമെന്ന് വിചാരിച്ച നന്നായി. എന്തായാലും ഇപ്പൊ സത്യം പറഞ്ഞ മിസ് എല്ലാവരും അറിഞ്ഞല്ല. ഇപ്പൊ ഞാനടക്കം ഇവിടെ ഇരുന്ന് 1971 ഉണ്ടാക്കിയ നിയമം 75 ഉണ്ടാക്കിയത് 77 കോൺഗ്രസ് കാണിച്ച ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാൻ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായി പിന്നീട് മാറിയ ഒരാളുമായിട്ട് ഏതോ ഒരു ചെറിയ ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? ഈ ജോർജ് ഫെർണാണ്ടസ് തന്നെ ഒളിവിലായിരുന്നു ആ സമയത്ത്. അങ്ങനെ രാഷ്ട്രീയ എതിരാളികളെ മുഴുവൻ വേട്ടയാടി. പിന്നെ നിസ്സാര കാര്യമാണ് ഒരു തെറ്റും ചെയ്യാത്തൊരു സ്ത്രീയെ ജയിലിലിട്ട് അങ്ങോട്ട് എന്ത് ചെയ്ത് അവര് വലിയ ആഘാതങ്ങൾ ഏൽക്കുകയും അതുകൊണ്ട് മരണപ്പെടുകയും ചെയ്തത് ചെറിയ കാര്യമാണോ? ഇതുപോലെ ഒരാളാണോ ഉള്ളത് മിസ തടവുകാരി? ഒരാളാണോ? കേരളത്തിൽ നിന്നൊക്കെ എത്ര രാഷ്ട്രീയക്കാര് മിസ തടവുകാരായിട്ടുണ്ടായിരുന്നു? അതിന് ഈ കാലഘട്ടത്തിൽ വലിയ പ്രസക്തി ഉണ്ട്. കാരണം എന്താ? മറ്റേ പല ആളുകളെയും ഇതുപോലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും. ഇപ്പൊ ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞതായതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നില്ല. ഗ്രോസ് മിസ്യൂസ് ഓഫ് ലോ എന്ന് പറഞ്ഞൊരു കോടതി എഴുതി വെക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. പ്രബീർ പുർക്കാസിന്റെ അറസ്റ്റിനെതിരെ ഇതിന് പ്രാധാന്യം ഇല്ല ഇപ്പോ.